Hello friends, ഇന്ന് നമ്മൾ കാണുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ കാനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്ന സെക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ. എന്താണ് കാനോണിക്കൽ സെക്ഷൻ എൻസംബിൾ, എങ്ങനെയാണിത് മൈക്രോ കാനോണിക്കൽ എൻസംബിളുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങളിൽ മാക്രോ സ്റ്റേറ്റ് മൈക്രോ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് തെർമോഡൈനാമിക്സുമായിട്ടുള്ള കോണ്ടാക്റ്റ് പറഞ്ഞു, ടിപ്സ് പാരഡോക്സ് പറഞ്ഞു, ലെവലിലെ തിയറം പറഞ്ഞു, മൈക്രോ കാനോണിക്കൽ എൻസംബിൾ പറഞ്ഞു അല്ലേ. ഈ മൈക്രോ കാനോണിക്കൽ എൻസംബിളിൻ്റെ ക്യാരക്ടറൈസ് ചെയ്ത പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോള്യവും എനർജിയും കോൺസ്റ്റൻ്റ് ആയിരുന്നു. NV ആൻഡ് ER കോൺസ്റ്റൻറ്റ്, റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസിക്കൽ ഗ്യാസിൻ്റെ ഐഡിയൽ ഗ്യാസിൻ്റെ എക്സാമ്പിൾ കണ്ടു, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എക്സാമ്പിൾ കണ്ടു. അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തതായി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എൻസംബിളിലേക്ക്, കാനോണിക്കൽ എൻസംബിളിലേക്ക് മൂവ് ചെയ്യും. സോ അപ്പോൾ നമുക്കറിയണം എന്തുകൊണ്ട് ഈ കാനോണിക്കൽ എൻസംബിൾ വന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഈ ഒരു സെക്ഷനിൽ, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ച സമയത്ത് ഫിക്സ്ഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഫിക്സ്ഡ് വോള്യം, ഫിക്സ്ഡ് എനർജി. ഫിക്സ്ഡ് എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എനർജി റേഞ്ച് ആണ്. കാരണം നമുക്ക് എനർജിക്ക് ഒരു ഷാർപ്പ് വാല്യൂ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. E-12 മുതൽ E+12 ഡെൽറ്റ വരെ അല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എനർജി ചേഞ്ച് ഉണ്ട്. ആ എനർജി ചേഞ്ച് ഫിക്സ്ഡാണ്, ഫിക്സ്ഡ് എനർജി റേഞ്ച് ആണുള്ളത് എന്നുള്ളതാണ് നമ്മുടെ മൈക്രോ കാനോണിക്കൽ എൻസംബിളിൻ്റെ അസംഷൻ. അവിടെ വെച്ചിട്ട് നമ്മൾ ഒമേഗ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒമേഗ അല്ലെങ്കിൽ ഗാമ, ഒമേഗ എന്നുള്ളതിനേക്കാൾ നമ്മൾ കൂടുതൽ പ്രിഫറബിളായിട്ട് പറയുന്നത് ഗാമയാണ്. ബിക്കോസ് നമ്മൾ E-12 മുതൽ E+12 വരെയുള്ള റേഞ്ചിലെ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഗാമയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ഗാമ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ തിയററ്റിക്കലി കുറേ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എഴുതിയെങ്കിൽ പോലും ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി പ്രൊസീജിയർ. ഗാമ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്, നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് മാത്രമേ പോരാ, നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോ സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞു രണ്ടാൾക്കാരും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ അവർ പരസ്പരം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പുതിയ മൈക്രോ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എത്ര ഡിസ്റ്റിങ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ട് ആ സിസ്റ്റത്തിന് ആക്സസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയിരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റിങ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ കൗണ്ട് ചെയ്യുക, അതിൻ്റെ നമ്പർ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു പ്രോബ്ലമാണ്. തിയററ്റിക്കലി പറഞ്ഞാൽ തന്നെ അതൊരു ഇറ്റ്സ് എ ഹാർഡ് പ്രോസസ്സ്. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. നമുക്കത് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു വാല്യൂ അല്ല. കാരണം നമ്പർ ഓഫ് ഡിസ്റ്റിങ് മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് വളരെ ചെറുതൊന്നുമല്ല. നമുക്ക് 1, 2 ഒന്നും പറയുന്ന വാല്യൂസ് അല്ല അത് ഉണ്ടാവുന്നത്. വളരെ വലിയ വാല്യൂസാണ്. അത് ആക്യുറേറ്റ് ആയിട്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഏതൊരു ഫിസിക്കൽ സിസ്റ്റം എടുത്താലും എനർജിയുടെ വാല്യൂ ഫിക്സ്ഡ് ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ടോട്ടൽ എനർജി ഫിക്സ്ഡ് നമുക്ക് പറയാമെങ്കിൽ പോലും ഓരോ സിസ്റ്റത്തിൻ്റെയും ഫിക്സ്ഡ് എനർജിയുടെ കൺസെപ്റ്റ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ് ഇൻ ദ റിയൽ വേൾഡ്. നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ കണ്ടീഷൻ്റെ ഒരു ഫിസിക്കൽ, നമ്മളൊരു യഥാർത്ഥമായൊരു സിസ്റ്റം എടുത്ത് അതിനെ പ്രാക്ടിക്കലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫിസിക്കൽ സിസ്റ്റത്തിനെ പ്രാക്ടിക്കലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എനർജി ഫിക്സ്ഡ് ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അച്ചീവ്. കാരണം ഇത് തീർച്ചയായിട്ടും എനർജി എക്സ്ചേഞ്ച് സറൗണ്ടിങ്സ് ആയിട്ട് മറ്റു സിസ്റ്റങ്ങളുമായിട്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു എനർജി ഒരു ഫിക്സ് ചെയ്തൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആക്കി ഫിക്സ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു ഹാർഡ് പ്രൊസീജിയറാണ്. നമുക്കത് ഒരു ഫിസിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. എനർജി കോൺസ്റ്റൻ്റ് ആക്കാൻ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് എനർജിയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല. അപ്പോൾ ഇത് രണ്ടും മൈക്രോ കാനോണിക്കൽ എൻസംബിളിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാം. ഗാമ എന്ന് പറയുന്ന നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും അതേപോലെ എനർജിയെ ഒരു ഫിക്സ്ഡ് വാല്യൂ ആക്കി വെക്കുക എന്നുള്ളത്, ഫിസിക്കൽ കൺട്രോൾ കൊടുത്ത് നമുക്ക് എനർജി ഒരു ഫിക്സ്ഡ് വാല്യൂ ആക്കി വെക്കുക എന്ന് പറയുന്നതും ഇറ്റ്സ് നോട്ട് ഈസിലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല.
അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇതൊരു മൈക്രോ കനോണിക്കൽ എൻസംബിൾ ഒരു ഡ്രോബാക്ക് ആണ് അല്ലേ. നമുക്ക് മൈക്രോ കനോണിക്കൽ എൻസംബിളായിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ അവിടെ എനർജി ഫിക്സ്ഡ് ആയിട്ട് നിൽക്കണം, അതേപോലെ ഗാമ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമ്മൾ പല ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആലോചിക്കാൻ തുടങ്ങിയ സമയത്താണ് കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. കനോണിക്കൽ എൻസംബിൾ എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ. കനോണിക്കൽ എൻസംബിളിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോള്യവും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ എനർജി എക്സ്ചേഞ്ച് പോസിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് മൈക്രോ കനോണിക്കൽ എൻസംബിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ്. നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ഒബ്സർവബിൾ ക്വാണ്ടിറ്റിയാണ്. കാരണം എന്താ, നമുക്ക് ജസ്റ്റ് ഒരു തെർമോമീറ്റർ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ എത്താന്ന് പറയാൻ സാധിക്കും അല്ലേ. അതേപോലെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ചൂട് കൂടുതലുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നമുക്ക് വേണ്ട സിസ്റ്റത്തിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു കോൾഡ് ബോഡി അതിനോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ നമുക്ക് വേണ്ട കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവാണ് നമുക്ക് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ഹോട്ട് റിസർവോയറുമായിട്ട് കോൺടാക്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് വേണ്ട സഫീഷ്യൻറ്റ് ടെമ്പറേച്ചറിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിനെ ഫിസിക്കലി കൺട്രോളബിൾ ആയിട്ടൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കനോണിക്കൽ എൻസംബിൾ എന്നുള്ളത് നമുക്കൊരു മൈക്രോ കനോണിക്കൽ എൻസംബിൾ ഒരു ആൾട്ടർനേറ്റീവായിട്ട് കൊണ്ടുവന്ന ഒരു ഐഡിയയാണ്. ഓക്കെ, ഇതിൽ ഈ മോസ്റ്റ് ഓഫ് ദ പർപ്പസ് നമുക്ക് ടെമ്പറേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ ഒരു ഹീറ്റ് റിസർവോയറുമായിട്ട് ഇൻ കോണ്ടാക്ട് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹീറ്റ് റിസർവോയറുമായിട്ട് ഇൻ കോണ്ടാക്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഹീറ്റ് റിസർവോയറിനൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട്, ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള, ഇൻഫിനിറ്റ്ലി ലാർജ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള റിസർവോയർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഹീറ്റ് റിസർവോയറിൽ എത്രത്തോളം എനർജി അതിലേക്ക് കൊടുത്താലും അതിൽ നിന്ന് എത്ര എനർജി വിഡ്രോ ചെയ്താലും ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ, ഓവറോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഹീറ്റ് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. നമ്മൾ ആ എനർജി ആയിരിക്ക് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇവിടുന്ന് സിസ്റ്റം എനർജി റിസർവോയറിലേക്ക് കൊടുക്കുകയാണെങ്കിലും റിസർവോയറിൽ നിന്ന് എനർജി സിസ്റ്റം സ്വീകരിക്കുകയാണെങ്കിലും, കാരണം നമ്മളിവിടെ എനർജി എക്സ്ചേഞ്ച് പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനർജി നമ്മുടെ സിസ്റ്റം റിസർവോയറിൽ നിന്ന് എടുക്കുകയാണെങ്കിലും റിസർവോയറിലേക്ക് കൊടുക്കുകയാണെങ്കിലും എന്ത് പ്രൊസീജിയർ ചെയ്താൽ പോലും നമ്മുടെ റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ, ഓവറോൾ ടെമ്പറേച്ചർ എന്തായിരിക്കണം, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് പോസിബിൾ ആവുന്നത് ഇൻഫിനിറ്റ്ലി ലാർജ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള റിസർവോയർ ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം അതാണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിസർവോയറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ഇൻഫിനിറ്റ്ലി ലാർജ് ആയിരിക്കും. ദാറ്റ് മീൻസ് the exchange of energy would not alter the constant temperature of that reservoir. Overall systemത്തിൻ്റെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൾട്ടർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ റിസർവോയറിനെ നമ്മളെ സിസ്റ്റം എന്ത് ചെയ്യാണ്, നമ്മുടെ സിസ്റ്റം ഈ ലാർജ് ഹീറ്റ് റിസർവോയറിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിസ്റ്റവും റിസർവോയറുമായിട്ട് എനർജി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നു. അത് നടന്നതിന് ശേഷം എന്ത് ചെയ്യും, ഇതൊരു ഇക്വിലിബ്രിയത്തിലെത്തും. ഇക്വിലിബ്രിയത്തിലെത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി എക്സ്ചേഞ്ചൊക്കെ നടത്തി ഏതുവരെ എനർജി എക്സ്ചേഞ്ച് നടക്കും, സിസ്റ്റത്തിലെ ടെമ്പറേച്ചറും റിസർവോയറിൻ്റെ ടെമ്പറേച്ചറും എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അതുവരെ എനർജി എക്സ്ചേഞ്ചൊക്കെ നടന്ന് എന്ത് ചെയ്യും, ഈ ടി കോൺസ്റ്റൻ്റ് ആവുന്നില്ല, ഇക്വിലിബ്രിയം കണ്ടീഷൻ അച്ചീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിലെ മാക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോള്യവും ടെമ്പറേച്ചറുമാണ് ഈ എൻസംബിളിലെ മാക്രോ സ്റ്റേറ്റ്. ഓർ മാക്രോ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ബൈ എ ഫിക്സ്ഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോള്യം ആൻഡ് ടെമ്പറേച്ചർ. Such an ensemble is known as canonical ensemble. Okay, number of particles വോള്യവും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സിസ്റ്റം, കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന മാക്രോ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്ന സിസ്റ്റങ്ങളാണ്
കനോണിക്കൽ എൻസെമ്പിളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന അതായിരിക്കും അതിൻ്റെ മാക്രോ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കണ്ടീഷനിലെ മാക്രോ സ്റ്റേറ്റ്, നമ്മൾ മാക്രോ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, എനർജി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം, ഇതുവരെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പറഞ്ഞതെല്ലാം മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. പക്ഷെ ഇനി മുതൽ നമ്മൾ എനർജി ഒരു വേരിയബിളാക്കി മാറ്റി പകരം മോർ കൺട്രോളബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആക്കി മാറ്റി. അപ്പോൾ പുതിയ മാക്രോ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് എൻ, വി ആൻഡ് ടി ആണ്. അങ്ങനെയുള്ള ഒരു എൻസെമ്പിളാണ് കനോണിക്കൽ എൻസെമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കണ്ടീഷനിൽ ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസ് എന്ന് ക്ലിയർ ആണ് വിചാരിക്കുന്നത്. ഇനി നമ്മളിതിൽ നോക്കുന്നൊരു കാര്യം, കനോണിക്കൽ എൻസെമ്പിളിൽ 6 വേരിയബിളാണെന്ന് പറഞ്ഞു. മൈക്രോ കനോണിക്കലിനെ എൻസെമ്പിളിനെ അപേക്ഷിച്ച് എനർജി ഇ എന്ന് പറയുന്ന ആൾ വേരിയബിളാണ്. അപ്പോൾ ഇയുടെ വാല്യൂ എന്ത് ചെയ്യാം, വേരി ചെയ്യാം. ഏതുവരെ നമുക്ക് ലിമിറ്റ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എനർജി ക്യാൻ വേരി എന്ന് മാത്രമേ പറഞ്ഞു അല്ലേ. 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യാം, കനോണിക്കൽ എൻസെമ്പിളിൽ എനർജിയെ വേരി ചെയ്യാം. അത്രയും വേരി ചെയ്തോളണം നിർബന്ധം ഉണ്ടെന്നല്ല, അതുവരെ പോസിബിളാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യാം, കനോണിക്കൽ എൻസെമ്പിളിലെ എനർജി വേരിയേഷൻ പോസിബിളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫിസിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു സിസ്റ്റത്തിൻ്റെ എനർജി, ഒരു സിസ്റ്റം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കുമല്ലോ, ആ സ്റ്റേറ്റിലെ എനർജി ER വരുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ER എനർജി ഉള്ള ഒരു സിസ്റ്റത്തിനെ ഒരു പർട്ടിക്കുലർ ടൈം ടിയിൽ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഇതിൽ കനോണിക്കൽ എൻസെമ്പിളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വി ആർ കാൽക്കുലേറ്റിംഗ് ദ പ്രോബബിലിറ്റി ടു ഫൈൻഡ് എ സിസ്റ്റം characterized by energy value ER at a particular time T. ഒരു T എന്ന് പറയുന്ന ടൈമിൽ സിസ്റ്റത്തിലെ സ്റ്റേറ്റിന് ER എനർജി വരുന്ന സ്റ്റേറ്റ് സ്റ്റേറ്റ് കാണാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 തരത്തിലാണ് ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ പ്രധാനപ്പെട്ട പ്രോബ്ലം അതാണ്. പ്രോബബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് ബാക്കിയുള്ള തെർമോഡൈനാമിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ കാണാം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വരുന്ന സെക്ഷനിലൊക്കെ കാണാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഏറ്റവും മേജർ പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ മറ്റേ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിലാണെങ്കിൽ ഗാമ കാണുമായിരുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യം പ്രോബബിലിറ്റി കാണാനാണ്. ഒരു സ്റ്റേറ്റിനെ, ഒരു സിസ്റ്റത്തിനെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ കാണണം. ആ സ്റ്റേറ്റിൻ്റെ എനർജി വാല്യൂ ER ആയിരിക്കണം. അതിനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കണ്ടെത്താൻ 2 വഴികളാണ് ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത്. 2 ways. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു റിസർവോയർ കൺസിഡർ ചെയ്യുക, അതിൽ നമ്മുടെ പർട്ടിക്കുലർ സിസ്റ്റത്തിനെ വയ്ക്കുക. സോ എന്നിട്ട് ആ സിസ്റ്റവും റിസർവോയറും കോണ്ടാക്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഹീറ്റ് എക്സ്ചേഞ്ച്, എനർജി എക്സ്ചേഞ്ച് ഒക്കെ നടന്ന് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആ സിസ്റ്റം അച്ചീവ് ചെയ്യും. ഓക്കെ, ഈ ഒരു സമയത്ത് എനർജി എക്സ്ചേഞ്ചിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തിട്ട്, സ്റ്റഡിയിങ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ റിസർവോയർ ആൻഡ് ദ പർട്ടിക്കുലർ സിസ്റ്റം. എപ്പോൾ, ഏത് കണ്ടീഷനിൽ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആവുമ്പോൾ. ഓക്കെ, ആ സമയത്തുള്ള എനർജി എക്സ്ചേഞ്ചിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തിട്ട് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ഒരു വഴി. രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, മൊത്തം ഹീറ്റ് റിസർവോയർ ഉണ്ടല്ലോ, ഈ മൊത്തം ഹീറ്റ് റിസർവോയറിൻ്റെ എനർജി നമ്മൾ നേരത്തെ ഒരൊറ്റ സിസ്റ്റമാണ് കൺസിഡർ ചെയ്തത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ സിസ്റ്റത്തിൻ്റെ മെൻ്റൽ കോപ്പീസ്, നമ്മൾ പറഞ്ഞ ഏതൊരു സിസ്റ്റവും അതിൻ്റെ എക്സാക്ട് പ്രോപ്പർട്ടീസുള്ള മെൻ്റൽ കോപ്പീസും അടങ്ങിയതാണ് ഒരു എൻസെമ്പിൾ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എൻസെമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റം അതിൻ്റെ എക്സാക്ട് കോപ്പീസ്, എല്ലാവരുടെയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയവും ടെമ്പറേച്ചറും സെയിം ആയിരിക്കും അല്ലേ. ഇങ്ങനെയുള്ള ഹീറ്റ് റിസർവോയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജ് നമ്പർ ഓഫ് എൻസെമ്പിൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇതിൽ ഓരോ എൻസെമ്പിളും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബ്ലോക്കുകളായിരിക്കും. ഇതിൽ ഓരോ ബ്ലോക്കും NVT എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്, അങ്ങനെ കുറേ ബ്ലോക്കുകളായിട്ട് നമുക്ക് സിസ്റ്റത്തിനെ തിരിക്കാം. അതിൽ ഒരു ബ്ലോക്കിൽ
നമ്മുടെ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ അതേ ബിഹേവിയർ തന്നെയായിരിക്കും എല്ലാ ബ്ലോക്കുകൾക്കും ഉണ്ടാകും, അല്ലെ, എല്ലാ ഗ്രൂപ്പ് ഓഫ് അസംബ്ലി ഓഫ് പാർട്ടിക്കിൾസ് സ്റ്റേറ്റ്സിനും ഉണ്ടാകും, അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറ്റ് റിസർവോയറിൻ്റെ ടോട്ടൽ എനർജി ഉണ്ടായിരിക്കും. ആ ടോട്ടൽ എനർജി n ഐഡൻറ്റിക്കൽ എൻസംബിൾസ്, ഇവിടെ ഐഡൻറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരെണ്ണമല്ലേ, എത്ര എൻസംബിളുകളാക്കി നമ്മൾ തിരിച്ചിട്ടുണ്ടോ അത്രയും എൻസംബിളുകളിലേക്ക് നമ്മൾ ടോട്ടൽ എൻസംബിളിനെ എത്ര ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ടോ അത്രയും ബ്ലോക്കിലേക്കും ടോട്ടൽ എനർജി ഈക്വലായിട്ട് ഷെയർ ചെയ്യാം. ടോട്ടൽ എനർജി ഈസ് ഷെയർഡ് ബൈ n നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ സിസ്റ്റം. ഇവിടെയുള്ള n എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ക്യാപിറ്റൽ നമ്പർ ഓഫ് സിസ്റ്റംസിന് n അല്ലേ, നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിന് ഇടുന്ന n അല്ല ഉപയോഗിക്കേണ്ടത്, ഈ n അല്ല, ഇത്തിരി ചെരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ടോട്ടൽ എനർജി n ഐഡൻറ്റിക്കൽ സിസ്റ്റത്തിനും ഈ എൻസംബിള് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന n ഐഡൻറ്റിക്കൽ സിസ്റ്റത്തിനും ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയറിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രോബബിലിറ്റി ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റിൽ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് സിസ്റ്റവും റിസർവോയറും തമ്മിലുള്ള ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ട് ആ സമയത്തുള്ള എനർജി എക്സ്ചേഞ്ചിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തിട്ട്, മറ്റത് ടോട്ടൽ എനർജി ഇ എന്നുള്ളത് ഐഡൻറ്റിക്കൽ സിസ്റ്റത്തിന് n നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ സിസ്റ്റത്തിന് ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയറിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലേ. അപ്പോൾ രണ്ട് തരത്തിൽ ചെയ്താലും ഒരു സിസ്റ്റത്തിനെ ഒരു റിസർവോയറുമായി വെച്ച് ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തുകയും ചെയ്ത് അവിടെയുള്ള എനർജി എക്സ്ചേഞ്ചിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്ത് പഠിക്കുന്നതാണെങ്കിലും ടോട്ടൽ എനർജിയെ n നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയറിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് ആണെങ്കിലും പ്രോബബിലിറ്റി ആണെങ്കിലും രണ്ടും എന്തായിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. താങ്ക് യു.